ഹലോ, നമസ്കാരം. റംഷാദാണ്. എല്ലാവർക്കും നമ്മുടെ ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടിയിലുണ്ടാവുന്ന ഡ്രൈനെസ് ഉണ്ടല്ലോ, ഡ്രൈനെസ്, അതുപോലെ മുടി പൊട്ടിപ്പോവുക, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതിപ്പോൾ കേളി ഹെയർ ആവട്ടെ, ലോങ് ഹെയർ ആവട്ടെ, ഏതൊരു ഹെയർ ടൈപ്പിലും ഉണ്ടാകുന്നതാണ്. കാലാവസ്ഥ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു മുടിയുടെ ഒരു കണ്ടീഷനൊക്കെ കൊണ്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ് ഈ ഒരു ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത്. കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ DM ആയിട്ട് ചോദിച്ചിരുന്നു, ബ്രോ എങ്ങനെയാണ് ബ്രോയുടെ ഹെയർ ഇങ്ങനെ ഡ്രൈനെസ് ഇല്ലാതെ കീപ്പ് ചെയ്യുന്നതെന്നൊക്കെ. അതിന് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടീഷണറാണ് കേട്ടോ. ഈ ഒരു കണ്ടീഷണർ നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുഭാഗമുള്ള മെഡിക്കൽ ഷോപ്പിലും അതുപോലെ തന്നെ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഫാൻസിയിലൊക്കെ ഈ ഒരു കണ്ടീഷണർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ ഈ ഒരു കണ്ടീഷണർ മേടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയില്ല. ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മെയിനായിട്ട് നമ്മൾ കുളിച്ച ശേഷം മുടി നല്ല രീതിയിൽ ഡ്രൈ ആക്കാതെ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, നല്ല രീതിയിൽ വെറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കൂടുതലൊന്നും കണ്ടീഷണർ എടുത്തിട്ട് യൂസ് ആക്കരുത്. നമ്മുടെ മുടിക്ക് ആവശ്യത്തിന് നമുക്കൊരു ഐഡിയ ഉണ്ടാവല്ലോ എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത്. ആ ഒരു ഐഡിയ വെച്ചിട്ട് എന്ത് ചെയ്യാം, കണ്ടീഷണർ യൂസ് ആക്കുക. അതുപോലെ തന്നെ മുടി വെറ്റായിട്ട് നിൽക്കണം, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. മുടി ഡ്രൈ ആയിട്ടുള്ള സമയത്ത് കണ്ടീഷണർ യൂസ് ചെയ്യരുത്. മുടി നല്ല രീതിയിൽ നനവ് വേണം. നനവുണ്ടായാൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മുടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ മുടി ഇങ്ങനെ പൊട്ടി പോകുന്നതൊക്കെ ഇല്ലാതായിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആകും. ഒക്കെ നമ്മുടെ മുടി നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് യൂസ് ചെയ്യൽ ഡെയിലി ഒന്നും ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ 2 ദിവസമൊക്കെ കൂടുമ്പോൾ യൂസ് ചെയ്താൽ മതി. അതായിരിക്കും ഒന്നുകൂടെ നമുക്ക് സേഫ്റ്റിയും അതുപോലെ തന്നെ ബെറ്ററായിട്ടും എനിക്ക് തോന്നുന്നത്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി പോകുന്നവരാണെങ്കിൽ മുടി നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട്, നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും മുടി വാഷ് ചെയ്തതിന് ശേഷം നനവിൽ ഒരു വാഷ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ യൂസ് ചെയ്യാം. 2 തരത്തിൽ ആളുകൾ യൂസ് ചെയ്യലുണ്ട്. ചില ആളുകൾ കുളിച്ച് കയ്യാറാവുമ്പോണ്ടല്ലോ മുടിയിലൊന്ന് വെച്ചിട്ട് അത് കുറച്ച് സമയം കഴിഞ്ഞ് അതപ്പം തന്നെ കഴുകി കളയും. ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുളിച്ച് കഴിഞ്ഞ് റൂമിലോട്ട് എത്തിയതിൻ്റെ ശേഷം നല്ല നനവുള്ള സമയത്ത് തന്നെ മുടിയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, നമ്മുടെ മുടിയുടെ ലെങ്ത് ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത് ഫുള്ളായിട്ട് സ്കള്ളിലൊന്നും നമ്മൾ ഈ ഒരു കണ്ടീഷണർ ആക്കരുത്. സ്കള്ളിലാക്കാതെ മുടിയുടെ 3/4 ഭാഗം ചെയ്താൽ മതി. ഫുള്ളായിട്ട് ചെയ്യരുത്. 4/3 ഭാഗം ലെങ്ത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുടിയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മുടി നല്ല പോലെ തന്നെ ചീപ്പ് കൊണ്ട് വാർന്നെടുക്കുക. ചീപ്പ് കൊണ്ട് വാരുമ്പോൾ ചില ആളുകൾ ഡ്രൈ ആയിട്ടുള്ള സമയത്ത്, മുടി നനവില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, മുടി വാർന്നു നോക്കും. അങ്ങനെ ചെയ്യരുത്. കേളി ഹെയർ, ചുരുണ്ട മുടിയൊക്കെ നമ്മൾ നനവുള്ള സമയത്ത് കുളിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചീകി വൃത്തിയാക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. കാരണം അപ്പോൾ നമുക്ക് മുടി കുറഞ്ഞ രീതിയിൽ മാത്രമാണ് മുടി നമ്മളെ തലയിൽ പോവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഡ്രൈ ആയി നിൽക്കുമ്പോൾ മുടി ചീകുന്ന സമയത്ത് നല്ല രീതിയിൽ മുടി പോകും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ തലവേദന ആകും. മുടി പൊട്ടി പോകുന്നതനുസരിച്ച് തലവേദന ആകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, മുടി നനവുള്ള സമയത്ത് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു സ്പ്രേ ഉണ്ടല്ലോ, വെള്ളം അടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, നമ്മുടെ തലയിലൊക്കെ വെള്ളം അടിക്കാൻ പറ്റിയ ഈ സ്പ്രേ കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് മുടി മുടി ഒന്നും കൂടെ ഒന്ന് നനച്ച് എന്ത് ചെയ്യുക, ഫാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഫാൻ ഓൺ ആക്കിയിട്ട് അതിലൂടെ ഒരു 5 മിനിറ്റ് അതിൻ്റെ താഴത്ത് നിന്നിട്ട് മുടി ഉണക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ നല്ല രീതിയിൽ കേളിയായിട്ട് വരും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോയുടെ ലെങ്ത് കൂടിയാൽ കാണാനും വലിയൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കഴിയുന്നതും കുറച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ അറിയിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.